എൻ്റെ പേര് മായ. ഞാൻ പാറശാലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 29/4/2023 എനിക്ക് 5 വർഷങ്ങളായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് 5 വർഷങ്ങളായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് ആശുപത്രികളിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഫലങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മെയ് മാസത്തിൽ എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയായിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യം മൂലം പ്രാർത്ഥന 2 നേരവും പറയുമായിരുന്നു. ജപമാലകൾ അർപ്പിക്കുമായിരുന്നു. ഉടമ്പടി തൈലം എപ്പോഴും വയറ്റിൽ പൂശുമായിരുന്നു. അങ്ങനെ ഒരു മകളെ എനിക്ക് നൽകി. എന്നാൽ 4ാമത്തെ മാസം ആയപ്പോഴത്തേനും 3ാമത്തെ മാസത്തെ സ്കാനിങ്ങിലൂടെ മകൾക്ക് വൈകല്യങ്ങളുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അബോർഷൻ ആവശ്യപ്പെട്ടു. അബോർഷനായിട്ട് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ അച്ഛനെ വന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എന്നോട് പറഞ്ഞത്, ഇത് മകൾക്കുള്ളതല്ല, അടുത്തതായിട്ട് മകൾക്ക് മികച്ചത് ആരോഗ്യമായുസ്സുമുള്ള ഒരു കുഞ്ഞിനെ ദൈവം നൽകുമെന്നായിരുന്നു. അപ്പോഴങ്ങനെ ഒരാഴ്ചകളായപ്പോഴത്തേനും കുഞ്ഞ് വയറ്റിൽ തനിയെ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. കുഞ്ഞിനെ അബോർഷൻ ചെയ്തു. അബോർഷൻ ചെയ്തതിന് ശേഷം കുറേ കാലങ്ങളായി കുറച്ച് ദിവസങ്ങൾ സങ്കടത്തോടെ കടന്നുപോയി. 2024 ഓഗസ്റ്റ് 15 ഞാൻ 2ാമതും പ്രഗ്നൻ്റായി. എനിക്ക് ആദ്യത്തേതുപോലെ തന്നെ ആദ്യം മകളായിരുന്നു. ഇപ്പോഴും അതുപോലെ ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം. അപ്പോഴും ഞാൻ ഉടമ്പടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ശക്തമായ ഇടപെടൽ കാരണം ഇപ്പോഴും എനിക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. മോളുടെ പേര് ജെസ്സികയാണ്. ഇപ്പോൾ ഇതാ 6 മാസമാവുന്നുണ്ട്. ആയുസ്സും ആരോഗ്യത്തോടെ അവൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് കിട്ടിയിരുന്ന പത്രങ്ങൾ ഞാൻ ദേവാലയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബന്ധുക്കൾക്കും. പിന്നെ അതിനുശേഷം കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ സഹായം എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1000 കൃപാസന അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇതാ 7 വർഷമായിട്ടാണ് എൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈ കുഞ്ഞ്. എനിക്ക് ഒരുപാട് നന്ദി പറയുവാനേ അമ്മ മാതാവിനോടുള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41 42 തിരുവചനങ്ങൾ. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉടമ്പടിയിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മായയ്ക്കും ജോസിനും വളരെ നല്ല ഒരു അനുഭവമാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. 5 വർഷത്തിന് ശേഷം അവർ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴുള്ള കുഞ്ഞ് നഷ്ടപ്പെട്ടുവെങ്കിലും ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ പ്രാപിച്ചതിന് ശേഷം വളരെ ആശ്വാസവാക്കുകളോടെ അവർ ഇവിടെ നിന്ന് പടിയിറങ്ങി അവർക്ക് വളരെ വേഗം മറ്റൊരു കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. വളരെ ആയുസ്സും ആരോഗ്യവുമുള്ളൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ നന്ദി പറയാനാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി അവർ ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. മക്കളില്ലാത്ത ഒരുപാട് ദമ്പതികളെ നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മുടെ ഏത് പ്രശ്നങ്ങളായാലും എത്ര വലിയ പ്രശ്നങ്ങളായാലും ലഘൂകരിക്കുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് 2004 പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ ഇതേ സ്ഥാനത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ദുരന്തങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടാനായി പ്രാർത്ഥിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചവരെ എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറി നിത്യതയോളം ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.